നമസ്കാരം. ഒരു പടവാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് അറിവ്. അറിവ് എന്ന പടവാളുമായി ഓരോ കുടുംബവും പോരാടാനെത്തുകയാണ് പച്ചക്കുതിരയുടെ ഈ വേദിയിൽ. ഐ വെൽക്കം ഓൾ ഓഫ് യു ടു പച്ചക്കുതിര. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്നോടൊപ്പം ഈ വേദിയിലുണ്ടായിരുന്നത് ഡോക്ടർ സ്ലീബാക്കുട്ടി വർഗീസും മകൾ അശ്വതിയുമാണ്. മത്സരം തുടരുന്നതിലേക്കായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ഡോക്ടർ സ്ലീബാക്കുട്ടി വർഗീസ് ആൻഡ് അശ്വതി. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. അശ്വതി നമസ്കാരം. പച്ചക്കുതിരയിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനുമുമ്പേ നമുക്ക് സമയപരിധി കഴിഞ്ഞുപോയി. സോ പച്ചക്കുതിരയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ട്രെയിൻ ഗതാഗതം ഇല്ലാത്ത ജില്ല. ഓപ്ഷൻസ് പ്ലീസ്. എ പത്തനംതിട്ട, ബി വയനാട്, സി ആലപ്പുഴ, ഡി മലപ്പുറം. യുവർ ടൈം ബിഗിൻസ്. ബി വയനാട്. ബി വയനാട് കൺഫേം ചെയ്യാം. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ബി വയനാട്. വയനാട് പോയിട്ടുണ്ടോ? ഇല്ല. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും മലപ്പുറത്തും ട്രെയിൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പോയിട്ടുണ്ട്. വയനാട് പോയിട്ടില്ല. അപ്പൊ ട്രെയിൻ ഉണ്ടെങ്കിലോ? കടന്നു പോയിട്ടുണ്ട്. ഇറങ്ങിയിട്ടില്ല. അപ്പൊ ട്രെയിൻ ഉണ്ടെങ്കിലോ? ഇവിടെ ബസ്സിനാ പോയി. അപ്പോ ഉത്തരം കൺഫേംഡ് ആണ് അല്ലേ? പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി വയനാട് ശരി ഉത്തരമാണ്. അത് ശരി ഉത്തരമാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്താണ് ഇങ്ങനെ ഒരു ഭയങ്കര ആകാംക്ഷ വരുന്നത്? ടെൻഷനുണ്ട്. സ്വഭാവത്തിന്റെ പ്രത്യേകതയായിട്ട് എഴുതിയിട്ടുള്ളതും അതാണ്. ആവശ്യമില്ലാത്ത ആകാംക്ഷ അല്ലേ? എപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ഡയറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഓവർകം ചെയ്യേണ്ടതല്ലേ? ഉണ്ടെന്നാലും ഡോക്ടർക്ക് അത്രയില്ല. അത് ഒരു പ്രായത്തിന്റെ മെച്ചൂരിറ്റിയും കൂടിയാണ് അല്ലേ? ഒരുപാട് അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനെ. ആവശ്യമില്ലാത്ത ആകാംക്ഷയുടെ ആവശ്യമില്ല. അശ്വതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാണ്? ബിരിയാണിയാണ്. അത് മട്ടനാണോ ചിക്കനാണോ? ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. അത് അങ്ങനെ അധികം കഴിക്കാമോ? ശരിക്കും റെഗുലർ ആയിട്ട് കഴിക്കുന്നത് കൊള്ളത്തില്ല. ഒത്തിരി നെയ്യ് നമ്മളിപ്പോ വീട്ടിൽ തന്നെ കുറച്ച് നെയ്യ് കുറച്ച് അങ്ങനെ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ടേസ്റ്റിന് വേണ്ടി അവർ ഒത്തിരി സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എണ്ണ, നെയ്യ്, ഡാൽഡ, അങ്ങനെ പിന്നെ കാഷ്യൂ എല്ലാം അധികമായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലും ഒഴിവാക്കാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഭക്ഷണശീലമുണ്ടല്ലോ. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ശീലിച്ചു പോകുന്ന നമ്മുടെ ഭക്ഷണത്തിന്റെ ചില ശീലങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ അഡ്വൈസ് ചെയ്യാവുന്ന ഒരു ഡയറ്റ് ഏതാണ് കോമൺ ആയിട്ട് എല്ലാവരും? രാവിലെ നമ്മുടെ എന്തെങ്കിലും പലഹാരങ്ങൾ തന്നെ, അരി ആഹാരം ആണെങ്കിലും കുഴപ്പമില്ല. ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ഉപ്പുമാവ്, പുട്ട്, അങ്ങനത്തെ സാധനങ്ങൾ തന്നെ എടുക്കുക. കഴിയുന്നതും പൊറോട്ട പോലുള്ള മൈദ അധികമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് സ്റ്റൈലാണെങ്കിൽ ഓട്സ് എടുക്കാം, ബ്രെഡ് ആണെങ്കിലും എടുക്കാം. കൂടുതൽ വെജിറ്റബിൾ സാൻഡ്വിച്ച് പോലെ എടുക്കാൻ നോക്കുക. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ കുഴപ്പമില്ല. അതാവുമ്പോൾ ഒരു 2 തവി അതിൽ കൂടുതൽ എടുക്കണ്ട. കൂടുതൽ വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, പൾസസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. നോൺ വെജ് കഴിക്കണമെങ്കിലും അതും ഒരു കൺട്രോൾ ലിമിറ്റിൽ എമൗണ്ട് എടുക്കാൻ നോക്കുക. മീൻ, ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. റെഡ് മീറ്റ് കഴിയുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. രാത്രിയും വളരെ ലഘുവായിട്ട് എന്തെങ്കിലും ചപ്പാത്തി, ഗോതമ്പിന്റെ സാധനങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെ ഓട്സ് ആണെങ്കിലും കുഴപ്പമില്ല. അശ്വതിയെ ഓർത്ത് തന്നെ അശ്വതി പറഞ്ഞ പോലെ ഡയറ്റുകൾ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഡോക്ടർ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. 2000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമ്മാനമായി ലഭിക്കേണ്ട രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ ജമ്മു കാശ്മീർ, ബി ന്യൂഡൽഹി, സി ഗുജറാത്ത്, ഡി ഹിമാചൽ പ്രദേശ്. എ ജമ്മു കാശ്മീർ. എ ജമ്മു കാശ്മീർ കൺഫേം ചെയ്യാം. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ ജമ്മു കാശ്മീർ.
ഏതൊക്കെയാണ് തലസ്ഥാനങ്ങൾ എന്നറിയാം? ചൂട് കാലത്ത് ശ്രീനഗറും തണുപ്പ് കാലത്ത് ജമ്മുവാണ്. വളരെ കോൺഫിഡന്റ് ആണ്. അപ്പോൾ പച്ചക്കുതിര ശരിയായ ഉത്തരം ഏതാണെന്ന് കാണിച്ചു തന്നാലും. ജമ്മു കാശ്മീർ ശരിയായ ഉത്തരമാണ്. എന്നിട്ടും ഒരാകാംക്ഷ ഉണ്ടായിരുന്നു. കറക്റ്റായി തലസ്ഥാനങ്ങൾ ഏതാണെന്ന് വരെ പറഞ്ഞു. പക്ഷേ പച്ചക്കുതിര വന്നിരിക്കുന്നത് വരെ പച്ചക്കുതിര ഇരുന്നാൽ ഒരു വന്നപ്പോഴേ അറിയാമായിരുന്നു. അതെല്ലേ? ഓക്കെ, ശരിയായ ഉത്തരം തന്നെയാണ്. എങ്കിലും ഒരു ആകാംക്ഷയുണ്ട്. അതൊഴിവാക്കാം. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ കൂടുതൽ ഉത്തരങ്ങൾ ശരിയായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ കണ്ണിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ, ഈ ഡയബറ്റിക് ആണോ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷയം? ഡയബറ്റീസ് ഉള്ളവർക്ക് കൊല്ലങ്ങൾ, ഇപ്പം 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ഉള്ളവർക്ക് കാര്യമായിട്ട് ബാധിക്കില്ല. 10 കൊല്ലം 12 കൊല്ലം ഒക്കെ ആകുമ്പോൾ അവർക്ക് എങ്ങനെയാണെങ്കിലും അത് റെറ്റിനയെ ബാധിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആണ്. പിന്നെ കാറ്ററാക്ട്, തിമിരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റീസ് ഉള്ളവർക്ക്. പ്രധാനമായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ഈ റെറ്റിനയ്ക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ നമുക്കത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല? ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും, എന്നാലും റിസൾട്ട് ഫലപ്രദമല്ല ഉണ്ട്. എന്നാൽ തന്നെ ഇപ്പം നമ്മൾ റെറ്റിനയിൽ നിന്ന് രക്തം ബ്ലീഡിങ് ഉണ്ടാവുക പലപ്പോഴും ചെയ്യുന്നത്. അവരാ ബ്ലീഡിങ് പോയിന്റ് കരിച്ചു കളയും. ആ ബ്ലീഡിങ് പോയിന്റ് കരിച്ചു കളയുന്നതുകൊണ്ട് ട്രീറ്റ്മെന്റ് ക്യൂറായില്ല, വേറെ സ്ഥലത്തുണ്ടാകും. അപ്പം ബെസ്റ്റ് തിങ് ഈസ് നമ്മളത് ഡയബറ്റീസ് പറ്റുന്നിടത്തോളം കൺട്രോൾ ചെയ്യുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പച്ചക്കുതിര 4000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട മൂന്നാമത്തെ ചോദ്യം. ഈ വർഷത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ഓപ്ഷൻസ് പ്ലീസ്. എ അക്കിത്തം, ബി ONV, സി യൂസഫ് അലി കേച്ചേരി, ഡി മധുസൂദനൻ നായർ. യുവർ ടൈം ബിഗിൻസ് നൗ. 30 സെക്കൻഡുകളുണ്ട്. സി യൂസഫ് അലി കേച്ചേരി. സി യൂസഫ് അലി കേച്ചേരി ആണെന്നാണ് പറയുന്നത്. ഞാൻ കൺഫേം ചെയ്യുന്നു, സി യൂസഫ് അലി കേച്ചേരി ഈ വർഷത്തെ വള്ളത്തോൾ പുരസ്കാരമാണ്. വളരെ അടുത്താണ് അതിന്റെ ന്യൂസ് വന്നത്. അപ്പോൾ അശ്വതിക്ക് ആ ന്യൂസ് ഓർമ്മയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യം കാണുമ്പോൾ മുതൽ അശ്വതിയുടെ മുഖം വല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ ഡോക്ടർക്ക് കൃത്യമായി അറിയാം അല്ലേ? മുകളിൽ പറഞ്ഞവർക്കൊക്കെ നേരത്തെ കിട്ടുക. ഈ മധുസൂദനാർക്ക് കിട്ടിയതായിട്ട് അറിവില്ല. ONV സാറിന് കിട്ടിയിട്ടുണ്ട്, അക്കിത്തത്തിന് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ പണ്ടേ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ യൂസഫ് അലി കേച്ചേരി തന്നെ ആയിരിക്കണം ശരിയായ ഉത്തരം. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? സി യൂസഫ് അലി കേച്ചേരി ശരിയായ ഉത്തരമാണ്. ആ അവാർഡ് തുക എത്രയാണെന്നറിയാം? ആ അവാർഡ് തുകയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 1,11,111 രൂപയാണ് ആ അവാർഡ് തുക, വള്ളത്തോൾ പുരസ്കാരത്തിന്റെ. അത് ഈ വർഷം കിട്ടിയത് യൂസഫ് അലി കേച്ചേരിക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക് വേണമെന്നാണ് പച്ചക്കുതിര പറയുന്നത്. നമുക്കും പച്ചക്കുതിരയ്ക്കും ഒരു ചെറിയ വിശ്രമം. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി വെരി ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. ഇപ്പോൾ 4000 രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ നേടിക്കഴിഞ്ഞു അല്ലേ? ഇനി 8000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 4ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. പച്ചക്കുതിര 4ാമത്തെ ചോദ്യം. മെറു നാഷണൽ പാർക്ക് ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ് പ്ലീസ്. എ ഉഗാണ്ട, ബി മനില, സി യൂറോപ്പ്, ഡി കെനിയ. യുവർ ടൈം ബിഗിൻസ് നൗ. മെറൂൺ നാഷണൽ പാർക്ക് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇനിയും 15 സെക്കൻഡുകളുണ്ട്. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഇനി 7 സെക്കൻഡുകളേ ഉള്ളൂ. കൺഫേം ചെയ്തേ മതിയാവും. ഡി കെനിയ ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഇനിയാണ് അശ്വതിയുടെ മുഖത്ത് നടക്കുന്ന മിന്നലാട്ടം ജനങ്ങൾ കാണാൻ പോകുന്നത്. ഷുവറല്ല. ശരി, കെനിയ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യം? അല്ലെങ്കിൽ ഉഗാണ്ടയാണ്. യൂറോപ്പ് എന്ന് പറഞ്ഞ ഒരു രാജ്യമായിട്ട് നമ്മൾ കൂട്ടുന്നില്ലേ?
യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതെ, ഇംഗ്ലണ്ടും ഇംഗ്ലണ്ട്, ജർമ്മനി എല്ലാം യൂറോപ്പിൽ പെടുന്നു. അപ്പോൾ മനില, ഫിലിപ്പീൻസ് ആണെങ്കിലും മനില ഒരു തലസ്ഥാനമാണ് മനില. അപ്പൊ കെനിയ തന്നെ ആയിരിക്കണം ഒരു രാജ്യമായിട്ട് പറഞ്ഞൂടാ, അല്ലെങ്കിൽ ഉഗാണ്ട ആവണം. ഉഗാണ്ട ആകാം, വലിയ രാജ്യമാണ്. രണ്ടും വലിയ രാജ്യങ്ങളാണ്. അപ്പൊ പച്ചക്കുതിരയോട് ചോദിക്കാം, ഇതിൽ ഏതാണ് ശരി ഉത്തരം? പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഉഗാണ്ടയാണോ കെനിയാണോ? ശരിയായ ഉത്തരമാണ്. പലപ്പോഴും നമ്മൾ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. യൂറോപ്പ് ഒരു രാജ്യമല്ല, മനില ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം മാത്രമാണ്. ഉഗാണ്ടയിൽ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കുറെ നാൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പോയി അവര് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുമില്ല. മെറൂൺ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ലയൺ കൺസർവേഷൻ സെന്ററാണ് മെറൂൺ നാഷണൽ കെനിയയിലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 16,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, അഞ്ചാമത്തെ ചോദ്യം. ബിഹു എന്നത് ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തരൂപമാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ മുസോറി, ബി കർണാടക, സി തമിഴ്നാട്, ഡി ആസാം. യുവർ ടൈം ബിഗിൻസ് നൗ. സമയമുണ്ട്, ആലോചിച്ച് 20 സെക്കൻഡുകൾ ഇനിയുമുണ്ട്. മുസോറിയാണോ, കർണാടകയാണോ, ആസാമാണോ, തമിഴ്നാടാണോ? ഇനി 10 സെക്കൻഡുകളാണുള്ളത്. ഡി ആസാം. ഡി ആസാം. ഇനി സമയമില്ല, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഡി ആസാം. തവണ പോയി. ഡോക്ടർ ഉറപ്പാണോ? നോട്ട് ഷുവർ. ഇങ്ങനെ നൃത്തരൂപം കേട്ടിട്ടില്ല. മറ്റേ പല നൃത്തരൂപങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിത് ചോദ്യം കേട്ടപ്പോൾ അശ്വതി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ പരിചിതമായ ഒരു നൃത്തരൂപമായിരിക്കും. ബിഹു സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഒത്തുചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു നാടോടി നൃത്തരൂപമാണ് ബിഹു എന്നാണ് പച്ചക്കുതിര പറയുന്നത്. അത് ഏത് സംസ്ഥാനത്തിന്റേതാണെന്ന് നമുക്ക് പച്ചക്കുതിരയോട് തന്നെ ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഈ ആസാം ഒരു ആസാമീസ് നാടോടി സംഘനൃത്തമാണ് ബിഹു. ഇങ്ങനെ തമിഴ്നാട്ടിലില്ലെന്നറിയാം. തമിഴ്നാട്ടിലില്ല. കർണാടകയിലാണെങ്കിലും നമ്മുടെ അടുത്താകുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ റിയാലിറ്റി ഷോയിലും അതിലൊക്കെ വരുന്നത്. മറ്റേ മുസോറി എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ല. അസം ഒരു പ്രദേശമാണ് അല്ലേ? IPS ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ആസാം പിന്നെ ഒരു അങ്ങ് മുകളിലുള്ള ഒരു സ്ഥലവുമാണ്. നമുക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമാണ്. അവിടുത്തെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരു ശരിയായ പോയിന്റ് കണ്ടെത്തുന്നത് അല്ലേ? അതെ. അത് അവർക്ക് സംശയമായിരുന്നു കർണാടക ആണോ എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തൊരു ഹേർഡിലാണ്. 16,000 നിന്ന് 32,000 കുതിച്ച് ചാടുമ്പോൾ നമുക്കൊരു വീഴ്ച പറ്റിയാൽ 16,000 8,000 ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് പേടിക്കണ്ട. വിഡ്രോ ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻസ് തരുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യണതിനെ പറ്റി ആലോചിക്കണ്ട. നമുക്ക് മത്സരം മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ചാൽ ശരി. പച്ചക്കുതിര, ആറാമത്തെ ചോദ്യം. സമ്മർ ഒളിമ്പിക്സിൽ പ്ലാസ്റ്റിക് ഗേൾ എന്ന നാമം ചാർത്തപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ ഫാനി ബാങ്കേഴ്സ് കോയൻ, ബി മിറിയൻ ജോൺസ്, സി ജെസി ഓവൻസ്, ഡി നാദിയ കോമിനേച്ച്. Your time begins now. ഫാനി ബ്ലാങ്കേഴ്സ് കോയൻ ആണോ, മെറിയൻ ജോൺസ് ആണോ, ജെസി ഓവൻസ് ആണോ, നാദിയ കോമിനേച്ചി ആണോ?
ഇനി 10 സെക്കൻഡുകളാണുള്ളത്. ഡി നാദിയ കോമിനേച്ചി. ഡി നാദിയ കോമിനേച്ചി. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ഡി നാദിയ കോമിനേച്ചി. ഏത് കൊല്ലമാണ് സമ്മർ ഒളിമ്പിക്സ് നടന്നത് ഓർമ്മയുണ്ടോ? 1976 കാനഡയിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ്. ഇല്ല. ആ കാലത്ത് അശ്വതിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഇല്ല. ഡോക്ടർക്ക് ഓർമ്മയുണ്ടാവണം. അക്കാലത്ത് ഒത്തിരി പേരെടുത്ത ഒരു ജിംനാസ്റ്റിക് താരമായിരുന്നു പ്ലാസ്റ്റിക് ഗേൾ എന്ന. അതുപോലെയാണ് ജിംനാസ്റ്റിക്സ് അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അത്ര മെയ്വഴക്കത്തോടു കൂടിയുള്ള അഭ്യാസങ്ങളാണ് അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്. അതാർക്കാണെന്ന് നോക്കാം. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? ഡി നാദിയ കോമിനേച്ചി ശരിയായ ഉത്തരമാണ്. നാദിയ എന്ന പേര് അന്ന് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരുന്നു. പിന്നീട് ഒരുപാട് കാലം അന്ന് ടി വി ഒന്നും ഇത്രയും പോപ്പുലർ അല്ലാതിരുന്നത് കൊണ്ടാണ് അത്രയും ആൾക്ക് കാണാൻ സാധിക്കായിരുന്നത്. അന്ന് നമുക്കത് ന്യൂസ് റിവ്യൂലൊക്കെയാണ് സിനിമയിൽ കാണാൻ സാധിച്ചിരുന്നത്. അന്ന് നാദിയയുടെ പേര് വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ 16,000 രൂപ എന്നുള്ളത് 32,000 കുതിച്ചുയർന്നിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് ആവശ്യപ്പെടുന്നുണ്ട് പച്ചക്കുതിര. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി വെരി ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക് ആൻഡ് കം ബാക്ക് സൂൺ.